ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഹെറിഡിറ്റി എന്നൊരു ചാപ്റ്ററാണ്. We have seen that reproductive system give rise to new individuals that are similar but substantially different. നമുക്കറിയാം ഒരു റീപ്രൊഡക്റ്റീവ് പ്രോസസ്, റീപ്രൊഡക്ഷൻ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു സ്പീസസ് വേറെ അവരുടെ സെയിം അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീസസിന് എന്താണ് ബർത്ത് നൽകുന്നത്, അല്ലെങ്കിൽ ഒരു സ്പീസസ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീപ്രൊഡക്ഷൻ പ്രോസസ്സ് ഒരു ന്യൂ ഇൻഡിവിജ്വലിനെ തരുന്നു. അത് മേ ബി സിമിലർ ആയിരിക്കാം, അത് ഉണ്ടായ ആ പേരൻറ്റിൽ നിന്ന് അത് സിമിലർ ആയിരിക്കാം, അല്ലെങ്കിൽ സബ്സിസ്റ്റൻ്റ്ലി ഡിഫറെൻറ്റും ആയിരിക്കാം. We have discussed how some amount of variation is produced even during asexual reproduction. നമുക്കറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഇങ്ങനെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു സ്പീസസിൽ നിന്ന് മറ്റൊരു സ്പീസസ് ഉണ്ടാകുന്നതിനെ പറയുന്നതാണ് എന്തെന്നാ, ഒരു സ്പീസസിൽ നിന്ന് മറ്റൊരു സ്പീസസ് ഉണ്ടാവുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് നോ വാരിയേഷൻ, ബട്ട് ഇൻ സം കേസസ് ദെയർ ആർ എമൗണ്ട് ഓഫ് വാരിയേഷൻ ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ഈവൻ ഡ്യൂറിങ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓക്കെ, സോ ഇപ്പോൾ ഒരു അസെഷ്യൽ കേസസ്, അസെഷ്യൽ വേണം നമുക്കത് സെഷ്യൽ എന്ന് തുടങ്ങാം. സെഷ്യൽ കേസസിലാണെങ്കിൽ 2 പേരൻസ് ആണ് ഇൻവോൾവ് ആവുന്നത്. അപ്പം ഇവർക്കുണ്ടാവുന്ന സ്പീസസ് എങ്ങനെയായിരിക്കും? ഇപ്പം ഇങ്ങനെ ഒരു തല, ഇങ്ങനെ ഇത് ചുരുണ്ട മുടി, ഇത് ഇങ്ങനത്തെ മുടി, ഇങ്ങനെയാണ് ഇവർക്ക് ഉണ്ടാകുന്ന സ്പീസസ് എങ്ങനെയായിരിക്കും? ഇവരെ 2 പേരുടെയും കുറച്ച് കോമ്പിനേഷനൊക്കെ വന്നിട്ട് ഈ 2 പേരുടെയും കോമ്പിനേഷൻ വന്ന ഒരു വാരിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ ഇത് ഇവരുടെ കേസസിൽ അങ്ങനെയാണെങ്കിൽ അസെഷ്യലിൻ്റെ കേസസിൽ എന്തായിരിക്കും? അസെഷ്യലിൻ്റെ കേസസിൽ ഒരു സിംഗിൾ പേരൻ്റ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ തന്നെ ആയിരിക്കും? അതുപോലെ തന്നെ ഇരിക്കത്തുള്ളൂ, വേറൊരു വാരിയേഷൻസ് അവിടെ വരുന്നില്ല. സോ ഒരു വാരിയേഷൻസ് വരുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില വാരിയേഷൻസും ഉണ്ടായേക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇത്രയും ഭാഗം ക്ലിയർ ആണല്ലോ. അപ്പോൾ വാരിയേഷൻസും ഉണ്ടായിരിക്കാം. Asexual production, and the number of successful variations are maximized by the process of sexual. ഇപ്പോൾ മോസ്റ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള വാരിയേഷൻസ് മിക്കതിലും നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ്. If you observe a field of sugarcane, we can find very little variation among the individual plants. അപ്പോൾ നമ്മളൊരു ഷുഗർ കെയിൻ പാടം എന്ന് ഓർത്ത് നോക്കില്ലേ, ഒരു ഷുഗർ കെയിൻ പാടം, അതിനകത്ത് വാരിയേഷൻസ് among individual plants. അപ്പോൾ അവിടെ ചില പ്ലാന്റ്സിന് ആൻഡ് നമ്പർ ഓഫ് സക്സസ്ഫുൾ വാരിയേഷൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ഷുഗർ കെയിൻ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓരോ പ്ലാന്റ്സിൽ നിന്നും മറ്റൊരു പ്ലാന്റ്സ് നോക്കുകയാണെങ്കിൽ ചില വാരിയേഷൻസ് കാണാം. സെയിം ഗ്രോത്ത് ആണല്ലോ, അവരിപ്പോൾ ഒന്നിച്ചുണ്ടായവരായിരിക്കും. പക്ഷേ ഈ ഷുഗർ കെയിൻ ഇങ്ങനെയാണെങ്കിൽ ഈ ഷുഗർ കെയിൻ ഇങ്ങനെ ഇരിക്കും അല്ലേ. സോ അങ്ങനത്തെ വാരിയേഷൻസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകും ഷുഗർ കെയിൻ. But in a number of animals, including human beings, which reproduce sexually, quite distinct variations are visible. അവിടെ ലിറ്റിൽ അല്ല, നല്ല quite distinct ആയിട്ടുള്ള variations are visibly occur. Among different individuals, visibly occur ആയിട്ടുള്ള quite distinct ആയിട്ടുള്ള variations that are visibly occur in different individuals. Okay, in this chapter we shall be studying the mechanism by which variations are created and inherited. So ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്ത് പഠിക്കുന്നു? മെക്കാനിസം ബൈ വിച്ച് വാരിയേഷൻസ്. അപ്പം ഇങ്ങനെ ഒരു സ്പീസസ് മറ്റൊരു സ്പീസസിന് ജന്മം നൽകുമ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു വാരിയേഷൻസ് നടക്കുന്നത്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അക്യുമുലേഷൻ ഓഫ് വാരിയേഷൻ ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്താണ് അക്യുമുലേഷൻ ഓഫ് വാരിയേഷൻ ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്?
അപ്പോൾ അക്യുമുലേഷൻ ഓഫ് വാരിയേഷൻ ഡ്യൂറിങ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഒരു വാരിയേഷൻസിനുള്ള സഞ്ചയം അല്ലെങ്കിൽ വരവ്, എങ്ങനെയാണ് ആ വാരിയേഷൻ അവിടെ ഒക്കർ ആകുന്നത്. ഇൻഹെറിറ്റൻസ് ഫ്രം ദ പ്രീവിയസ് ജനറേഷൻ പ്രൊവൈഡ്സ് ബോത്ത് എ കോമൺ ബേസിക് ബോഡി ഡിസൈൻ ആൻഡ് സബ്സ്റ്റൻഷ്യൽ ചേഞ്ച് ഇൻ. അപ്പോൾ ഇൻഹെറിറ്റൻസ്, അപ്പം പ്രീവിയസ് ജനറേഷനിൽ നിന്നുള്ളൊരു എന്താണ് ഇൻഹെറിറ്റൻസ്, പാരമ്പര്യം. അപ്പോൾ ആ പ്രീവിയസ് ജനറേഷനിൽ നിന്നുള്ള ആ ഒരു ഇൻഹെറിറ്റൻസിന് നമുക്ക് മറ്റൊരു പേര് പറയുകയാണെങ്കിൽ പാരമ്പര്യം. മറ്റ് ജനറേഷനിലോട്ട് പോകുമ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബോഡി ഡിസൈൻ നൽകുമെങ്കിലും അതുപോലെ തന്നെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള ചേഞ്ച് അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ചെറിയ വാരിയേഷൻസ് അവിടെ കാണാൻ സാധിക്കും നെക്സ്റ്റ് ജനറേഷനിലോട്ട് വരുമ്പോൾ. Now think about what would happen when this generation in its turn reproduce. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഈ ജനറേഷൻ പിന്നെ അവരുടെ ഒരു ടേണിൽ റീപ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഇത് സെക്കൻഡ് ജനറേഷനിൽ വരുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് ജനറേഷൻ എന്തായിരിക്കും, അതിനേക്കാളും വേറൊരു വാരിയേഷൻസ് അവിടെ പിന്നെ വാരിയേഷൻ ഒക്കറിയാണ്. ഓക്കെ, ദ സെക്കൻഡ് ജനറേഷൻ വിൽ ഹാവ് ഡിഫറൻസസ് ദാറ്റ് ദ ഇൻഹെറിറ്റൻസ് ഫ്രം ദ ഫസ്റ്റ് ജനറേഷൻ. അവരുടെ ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് അവർ ഇൻഹെറിറ്റ് ചെയ്തെടുത്ത അതിൽ നിന്ന് സെക്കൻഡ് ജനറേഷൻ വരുമ്പോൾ പിന്നെയും വാരിയേഷൻസ് ഒക്കെ ചെയ്യുന്നു, ആസ് വെൽ ആസ് ന്യൂലി ക്രിയേറ്റഡ് ഡിഫറൻസസ്. ഇപ്പം ഇവിടെ മൊത്തം ആദ്യം ഇപ്പം ഫസ്റ്റ് ജനറേഷൻ റീപ്രൊഡ്യൂസ് ചെയ്ത് സെക്കൻഡ് വന്നപ്പോൾ അതുപോലെയല്ല അവരിയ്ക്കുന്നത്. അവർ റീപ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ വരുന്നത്, അല്ലേ. അപ്പം ഇവിടെ എന്താണ് ന്യൂലി ക്രിയേഷൻ, അപ്പോൾ ഡിഫറൻസസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. വി ക്യാൻ സീ ദാറ്റ്. So inheritance from the previous generation provide both a common basic body design and subtle change in it for the next generation. Okay, for the next generation. So from the previous generation provide both. So now think about what would happen when this new generation in its turn, the second generation will have differences as they both inherited. Okay, that's all. And I think you got it. And figure 8.1, and look at the figure 8.1. Okay, this is figure 8.1. would represent the situation of a single individual reproduction. ഇപ്പോൾ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു അസഷ്യൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്താ നടക്കുന്നത് നമുക്ക് ഇത് മനസ്സിലാക്കാം. has happened in asocial. So if one bacterium divides and then the resultant two bacteria divide again, the four individual bacteria generated would be very similar. There would be only very minor differences between them, generated due to the small inaccuracies in DNA copy. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണിത്. ഈ ഒരു സിംഗിൾ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഒരു സിംഗിൾ ബാക്ടീരിയ ആണിത്. ഈ സിംഗിൾ ബാക്ടീരിയ റീപ്രൊഡ്യൂസ് ചെയ്ത് വന്നപ്പോൾ ഒരു രണ്ട് ഈ ബാക്ടീരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. പിന്നെ അവർ പിന്നെയും വന്നപ്പോൾ ഒരു മൊത്തത്തിലൊരു 4 ഇൻഡിവിജ്വൽസ് ആയിട്ട് ഫോം ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ. അപ്പം ഇവരെല്ലാവരും നോക്കുകയാണെങ്കിൽ ഇവർ സിമിലർ ആയിട്ടാണ് ഇരിക്കുന്നത്, അല്ലേ. ചെറിയ ചെറിയ ലിറ്റിൽ ആയിട്ടുള്ള ക്വൈറ്റ് ഡിഫറൻസസ് മാത്രമാണ് വി ക്യാൻ സീ ദർ. ഓക്കെ, സോ ഇറ്റ് ഈസ് ജനറേറ്റഡ് ഡ്യൂ ടു ദ സ്മോൾ ഇൻഅക്യുറൻസ്. അപ്പം ഇങ്ങനെ എന്തുകൊണ്ടാണ് വന്നത്, ഇങ്ങനെ എല്ലാവരും സെയിം ആയിട്ട് വരാൻ കാരണം എന്നാ, വാട്ട് ഈസ് ദ റീസൺ why they all are in such a same condition? Can anyone answer? Okay, good. അപ്പോൾ ഇവിടെ ഈ ഡിഫറൻസസ് വരാൻ കാരണം സ്മോൾ ഇന്നക്യുറൻസീസ് എന്ന് പറഞ്ഞാൽ DNA ഒരു പ്രസൻസ്. ഗുഡ്. അപ്പോൾ ആ ഒരു സ്മോൾ inaccuracies ഓഫ് DNA കാരണമാണ് ഇവിടെ ഒരു സ്ലൈറ്റ്ലി ചേഞ്ച് വി ക്യാൻ സീ. അപ്പോൾ ഇവിടെ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് വരുന്നതെങ്കിൽ നല്ലൊരു ഹയർ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സോ നമുക്ക് ഇനി റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കുമ്പോൾ അല്ല ചുമ്മാ ഇന്ന് നമുക്ക് ഒരു റീപ്രൊഡക്ഷൻ ഒക്കെ അറിയില്ല. അപ്പോൾ ഒരു സ്പീസസ് ഉണ്ടാണെങ്കിൽ ഇന്ന തരം അല്ലെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആ ഒരു റൂൾസിനനുസരിച്ച് മാത്രമേ സ്പീസസ് ഉണ്ടാകത്തുള്ളൂ. അത് ഞാൻ പഠിപ്പിക്കാം. റൂൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്.
Do all these variations in a species have equal chances of surviving in the environment? ഈ എല്ലാ വാരിയേഷൻസിനും എർത്തിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുമോ? ഒബ്വിയസ്ലി നോട്ട്. അത് ഇൻ വിച്ച് ദേ ഫൈൻഡ് ദംസെൽസ്, അവരുടെ രീതിയിലാണെങ്കിൽ നോട്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് വാരിയേഷൻ, ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഹാവ് ടു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ്. അപ്പോൾ അവരുടെ നേച്ചർ അനുസരിച്ച് അവർക്ക് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അഡ്വാൻറ്റേജ്. ലൈക്ക് പശുവിനിപ്പോൾ നമ്മളിപ്പോൾ മീറ്റ് തിന്നുന്നു, അതേസമയം പശു മീറ്റ് തിന്നുമോ? ഇല്ല. ഓക്കെ. ബാക്ടീരിയ ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹീറ്റ് വിൽ സർവൈവ് ബെറ്റർ ഇൻ ഹീറ്റ് വേവ്. അതുപോലുള്ള ചില ബാക്ടീരിയകളുണ്ട്, അവർക്ക് തണുപ്പത്ത് നിൽക്കാൻ സാധിക്കില്ല. ദേ ക്യാൻ സർവൈവ് ഇൻ ഹീറ്റ്. അപ്പോൾ അവർ ഹീറ്റുള്ള സ്ഥലത്ത് ജീവിക്കുന്നു, അല്ലേ? സെക്ഷൻ ഓഫ് വാരിയൻസ് ബൈ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ഫോം ദ ബേസിക്സ് ഫോർ എവല്യൂഷണറി പ്രോസസ്സസ്. സോ ഇവരെ ഇങ്ങനെയാണ് എവല്യൂഷണറി പ്രോസസ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ. സോ ഇത് നമുക്ക് ഹെറിഡിറ്റി എന്താണെന്ന് നോക്കാം. The most obvious outcome of the reproductive process still remains the generation of what do you mean by heredity? It is the most obvious outcome of the reproductive process still remains the generation of individuals of similar design. അതായത് ദ മോസ്റ്റ് ഒബ്വിയസ് ഔട്ട്കം ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്, ഈ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിൻ്റെ ഒരു ഒബ്വിയസ് ആയിട്ടുള്ള ഔട്ട്കം ആണ് ഹെറിഡിറ്റി എന്ന് പറയുന്നത്. വാട്ട് മീൻ ബൈ ഹെറിഡിറ്റി? ദ മോസ്റ്റ് ഒബ്വിയസ് ഔട്ട്കം ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ് ആൻഡ് ദാറ്റ് സ്റ്റിൽ റിമെയിൻസ് ദ ജനറേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സിമിലർ ഡിസൈൻ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? ഈ സ്റ്റിൽ അവരെ റിമെയിൻ ആക്കി നിർത്തുന്നു, റിമെയിൻസ് ജനറേഷന് നിർത്തുന്നു ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സിമിലർ ഡിസൈൻ ഉള്ളവരെ, സിമിലർ ഡിസൈനുള്ള ഇൻഡിവിജ്വൽസിനെ സ്റ്റിൽ അവരൊരു ജനറേഷനാക്കി മാറ്റുന്നു. ദ മോസ്റ്റ് ഒബ്വിയസ് ഔട്ട്കം ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ് still remains the generation of individuals of similar design. അതായത് മുൻപുള്ള ഒരു ജനറേഷൻ, അതാണ് മുന്നത്തെ ജനറേഷൻ്റെ ഒരു ഔട്ട്കം കാരണമാണ് ഇപ്പോൾ ഓരോ റീപ്രൊഡക്ഷൻ പ്രോസസ്സിലും ഓരോ ജനറേഷൻ റിമെയിൻസ് ദ ജനറേഷൻ, അവരെ പോലെ തന്നെ ഒരു ജനറേഷൻ ആയിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസും ഏകദേശം ഒരു സിമിലർ ഡിസൈനിലൊക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? ദ മോസ്റ്റ് ഒബ്വിയസ് ഔട്ട്കം ഓഫ് ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സസ് സ്റ്റിൽ റിമെയിൻസ് ദ ജനറേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഓഫ് സിമിലർ ഡിസൈൻസ്. So the rules of heredity determine the process by which traits and characters are reliably inherited. Let us take a closer look at these rules. അപ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്താണ് ഇൻഹെറിറ്റഡ് ട്രെയ്റ്റ്സ് എന്ന് നോക്കാം. What exactly do we mean by similarities and differences? We know that a child bears all the basic features of human being. ഒരു കുഞ്ഞു കുട്ടിക്ക് എല്ലാ ഹ്യൂമൻ ബീയിൻ്റെ ഫീച്ചേഴ്സ് തുടങ്ങിയാണ് ഒരു കുട്ടി ജനിക്കുമ്പോൾ വരുന്നത്. However, it does not look exactly like, പക്ഷെ അത് തൻ്റെ പേരൻസ് പോലെ തന്നെ ആയിരിക്കും അല്ല. ആൻഡ് ഹ്യൂമൻ പോപ്പുലേഷൻ ഷോ എ ഗ്രേറ്റർ ഡീൽ ഓഫ് വാരിയേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഇന്ന വാരിയേഷൻസ് ഉണ്ടല്ലേ ഒരു ഹ്യൂമൻ പോപ്പുലേഷനിൽ. ഇപ്പോൾ റൂൾസ് ഫോർ ഇൻഹെറിറ്റഡ് ഓഫ് ട്രേറ്റ്സ്, മിനറൽസ് കൺട്രിബ്യൂഷൻ. അപ്പോൾ റൂൾസ്, ഇനിയാണ് നമ്മൾ റൂൾസിലോട്ട് കിടക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻഹെറിറ്റഡ് ചെയ്ത് മനസ്സിലായി. ഒരു ഹ്യൂമൻ ബീങ്സിന് തൻ്റെ നെക്സ്റ്റ് ജനറേഷനിലോട്ട് വരുമ്പോൾ ക്വയറ്റ് ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അതിനാണ് ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂൾസ് നോക്കുകയാണെങ്കിൽ ദ റൂൾസ് ഫോർ ഇൻഹെറിറ്റൻസ് ഓഫ് സച്ച് ട്രേറ്റ്സ് ഇൻ ഹ്യൂമൻ ബീങ്സ് ആർ റിലേറ്റഡ് ടു ദ ഫാക്ട് ദാറ്റ് ബോത്ത് ദ ഫാദർ ആൻഡ് മദർ കൺട്രിബ്യൂട്ട് പ്രാക്ടിക്കലി ഈക്വൽ എമൗണ്ട് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് ഒരു ഫാദറും മദറും കൺട്രിബ്യൂട്ട് പ്രാക്ടിക്കലി, അവരെ കൺട്രിബ്യൂട്ട് കൊടുക്കുന്നത് ഈക്വൽ എമൗണ്ടിലാണ് ജനറ്റിക് മെറ്റീരിയൽ. അവരുടെ ജനറ്റിക് മെറ്റീരിയൽ ഈക്വൽ എമൗണ്ടിലാണ് അവർ ചൈൽഡിന് കൊടുക്കുന്നത്. മനസ്സിലായോ? The rules for inheritance of such traits in human beings are related to the fact that both the father and mother contribute practically both the father and mother എന്ത് ചെയ്യുന്നു? Both the father and mother contribute practically equal amount of genetic, എന്താണ് contribute practically equal amount of genetic material ആണ് ചൈൽഡിലോട്ട് കൊടുക്കുന്നത്, അല്ലേ? This means that each trait can be influenced by both പാറ്റേണൽ ആൻഡ് മെറ്റർ. അപ്പം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ട്രേറ്റ് എങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്തെടുത്തതെന്ന്. ഈച്ച് ട്രേറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ്. ആ ഒരു ട്രേറ്റ് എവിടെ നിന്നാണ്? അപ്പോൾ ഇപ്പം നമ്മൾ DNA ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അമ്മയുടെ മൊത്തം ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നത് ജനറ്റിക് മെറ്റീരിയൽ അല്ല ഫാദറിൻ്റെതാണെങ്കിൽ ഒരു കുട്ടിയുടെ അമ്മ ഏതാണ് നോക്കാനായിട്ട് നമുക്ക് DNA ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. കാരണം മനസ്സിലാകത്തില്ല അല്ലേ? പക്ഷേ ഇത് അങ്ങനെയാണോ വിഷൻ? അല്ല. സോ ഈച്ച് ട്രേറ്റ് ക്യാൻ ബി
ഇപ്പൊ ഈച്ച് ഒരു ട്രേറ്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. കാരണം എന്താണ്, ഈച്ച് ട്രേറ്റ് ആർ ഓർ ഈച്ച് ട്രേറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് പറ്റേണൽ ആൻഡ് മെറ്റേണൽ DNA വെച്ച് ഈച്ച് ട്രേറ്റ് നമുക്ക് മനസ്സിലാക്കാം അല്ലേ. ഈച്ച് ട്രേറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് പറ്റേണൽ ആൻഡ് മെറ്റേണൽ DNA. ഈച്ച് ട്രേറ്റ് ക്യാൻ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് paternal and maternal DNA. Thus, for each trait there will be 2 versions in each child. അപ്പോൾ ഈച്ച് ട്രേറ്റിൽ നിന്നും ഈച്ച് വെർഷനാണ് ഓരോ ചൈൽഡ് വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സിബ്ലിങ്സ് ആയാൽ തന്നെ ആദ്യം ഒരു കുട്ടി അവരെ രണ്ടുപേരുടെയും പെറ്റേണൽ DNA സിമിലാരിറ്റീസ് എന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. പക്ഷേ നെക്സ്റ്റ് റീപ്രൊഡക്ഷനിൽ അതുപോലെ ഹ്യൂമൻ ബീങ്സിന്റെ കേസസിൽ ആദ്യം ഉണ്ടായ കുട്ടീനെ പോലെയല്ല സെക്കൻഡ് കുട്ടി ഇരിക്കുന്നത്, റൈറ്റ്? സോ the traits seen in the child will be different. So Mendel worked out the main rules of such inheritance. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിഫറൻസസ് ഒക്കെ വെച്ച് മെൻഡൽ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ടാക്കി. സോ ആൻഡ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു ലുക്ക് അറ്റ് സം ഓഫ് ഇറ്റ്സ് എക്സ്പെരിമെന്റ് ഫ്രം മോർ ദാൻ എ സെഞ്ചുറി. അപ്പോൾ സെഞ്ചുറിക്ക് മുന്നേ ഉണ്ടാക്കിയ കാര്യമാണിത്. അപ്പോൾ പക്ഷെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അത് നമുക്ക് നോക്കാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഇത് നോക്കിക്കേ. ഓക്കെ, സോ ഈ ഒരു കുട്ടീനെ നോക്കിക്കേ. ഇപ്പൊ ആദ്യം എന്ന് പറയുന്നത് ഇയർ ലോബ് എന്ന് പറയുന്ന ചെവി അല്ലെ, ഇയേഴ്സ്. അപ്പൊ ആദ്യത്തെ ഇയർ എന്നുള്ള ഫ്രീ ആണ്. ഇത് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യാണ്ടാണ് കുട്ടിക്ക് ഇയർ ലോബ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കുട്ടിക്ക് അങ്ങനെയല്ല, ഇതിനോട് ചേർന്നാണ് ഇയർ ലോബ് വന്നിരിക്കുന്നത് അല്ല. അപ്പൊ ഇവരുടെ ഡിഫറൻസ് നോക്കിക്കേ. ഇത് ഫ്രീ, ഇതെന്താണ്, ഇത് ഫ്രീ ഇയർ ലോബ്, ഇത് അറ്റാച്ച്ഡ് ഇയർ ലോബ്. സോ ദ ലോവർ പാർട്ട് ഓഫ് ദ ഇയർ കോൾ ദ ഇയർ ലോബ്. ഇതിനെയാണ് ഇയർ ലോബ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതിനെയാണ് ഇയർ, നമ്മൾ കമ്മലിടില്ലേ, കമ്മൽ, അതിനെയാണ് ഇയർ ലോബ് എന്ന് പറയുന്നത്. ഇസ് ക്ലോസ്ലി അറ്റാച്ച് ടു ദ സൈഡ് ഓഫ് ദ ഹെഡ് ഇൻ സം ഓഫ് us. നമ്മുടെ തലയോട് ചേർന്നാണ് ചിലവരുടെ ഇരിക്കുന്നത്, അതിനാണ് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ഫ്രീ ആൻഡ് അറ്റാച്ച്ഡ് ഇയർ ലോബ്സ് ആർ ടു വേരിയന്റ് ഫൗണ്ട് ഇൻ ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷനിൽ ഇയർ ലോബിൽ വരുന്നൊരു ഡിഫറൻസ് ആണ് ഇത്. അതുപോലെ തന്നെ സ്കിന്ന്, ഹെയർ ടൈപ്പ്, അങ്ങനെ എല്ലാത്തിലും വി ക്യാൻ സീ ഡിഫറൻസസ്. സോ ഇനി നമുക്ക് അയാളുടെ മെനൽസിന്റെ കുറച്ച് റൂൾസ് നോക്കാം. But the trait is the child will be worked out the main rules of such inheritance, and it is interesting to look out some of its experiments from more than a century ago. അപ്പോൾ തന്നെ ഇങ്ങനത്തെ കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ നോക്കാനായിട്ട് is very interesting. So ജോൺ ഗ്രിഗർ. ഹൂ ഈസ് ജോൺ ഗ്രിഗർ? ജോൺ ഗ്രിഗർ മെൻഡൽ. ഇപ്പൊ ഈ നമ്മൾ പറഞ്ഞ ഈ മെനൽ എന്ന് പറയുന്ന മെൻഡൽ, ഈ മെൻഡലിന്റെ ഫുൾ നെയിം ആണ് ജോൺ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്നത്. ഈ ജോൺ ഗ്രിഗർ മെൻഡൽ 1822 തൊട്ട് 1884 വരെയാണ് ജീവിച്ചത്.